ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? അൽഹംദുലില്ലാ ഇവിടെ നമ്മളും സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് പാനിപ്പൂരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാം, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഞാനിതാ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി ഈ സോക്ക് ചെയ്ത പുളി നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ പുളി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല, കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ട്. അതെനിക്ക് വേറൊരു ഐറ്റംസിന് വേണം. ഇനിതാ ഞാൻ 3-4 ഡേറ്റ്സ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടേനു, അത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിതാ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ മുളക് പൊടി മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നല്ലോണം മിക്സാക്കി കൊടുത്ത ശേഷം ഇത് നല്ലോണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മളെ ഈ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണയാൻ വെക്കാം. തണഞ്ഞ ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ഐറ്റം കൂടി ഉണ്ടാക്കണം. അത് നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഒരു കൈ പുതിനയില ഇട്ട് കൊടുക്കാം, അതേപോലെ തന്നെ ഒരു കൈ തന്നെ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി 2 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ചുള്ള 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി, കളറൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പുളി സോക്ക് ചെയ്തിട്ടുള്ള വെള്ളമില്ലേ, അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാൻ 1/2 ടീസ്പൂണ് ജീരകപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്, ചെറിയ ജീരകം പൊടിച്ചതാണ്. പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക, ഉപ്പെല്ലാം ഉണ്ടോ നോക്കുക. എല്ലാം റെഡി ആണെങ്കിൽ ഇതവിടെ ഫ്രിഡ്ജിൽ മാറ്റി വെക്കുക. കുറച്ച് തണുത്തിട്ട് ഇതാക്കുമ്പോഴാണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഇതാ ഞാൻ ഇതവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പുളീൻ്റെ ആ ഐറ്റം ചൂടാറാൻ വെച്ചിട്ടില്ലേ, അത് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അതും അവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിനിതാ ഞാൻ 2 ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വിസ്ക് വെച്ചിട്ട് ഒന്ന് ഒടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഉപ്പൊന്നും ചേർക്കാണ്ടാണ് കേട്ടോ പുഴുങ്ങിയിട്ടുള്ള. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ ബ്ലാക്ക് കടലയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് മുന്നേ പുഴുങ്ങിയെടുത്തിട്ടുണ്ടേനു. പുഴുങ്ങിയെടുത്ത കടലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു സവാള ചെറുതായിട്ട് കട്ടാക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചാറ്റ് മസാലയാണ് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാനത് 1/2 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാ മസാലകളൊക്കെ ഇതിൽ പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ഈ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിപ്പൂരി ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിതാ പാനിപ്പൂരി വാങ്ങിയത് ലുലു എന്നാണ് കേട്ടോ. ഇത് നമുക്ക് പാക്കറ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പം അത്ര പൈസയേ ഉള്ളൂ, 350 പൈസ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇത് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കുക വേണ്ടു, അപ്പം തന്നെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടിക്കോളും.
അങ്ങനെ ഇതാ നമ്മളെ പാനിപ്പൂരിൻ്റെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതാ മൊത്തത്തിൽ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി ഇത് സെറ്റാക്കിയിട്ട് കഴിക്കൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഞാനൊരു വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാ എല്ലാവരും കഴിയുന്നതും സപ്പോർട്ട് ചെയ്യാം. വർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഗൾഫ് രാജ്യത്തല്ലേ ഉള്ളത്. അപ്പം നാട്ടിലുള്ളവർക്കും പിന്നെ ഗൾഫിലുള്ളവർക്ക് തന്നെ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കൂലേ, അതേപോലെ ഗിഫ്റ്റ് കൊടുക്കുന്ന സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റ് ഹാമ്പർ അങ്ങനത്തെ ഒക്കെ സെറ്റാക്കുന്ന ഒരു വർക്കാണ് കേട്ടോ ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇൻഷാ അല്ലാ എൻ്റെ ചുറ്റുഭാഗത്തുള്ള സ്ഥലത്താണെങ്കിൽ ഇൻഷാ അല്ലാ ഡെലിവറി ചെയ്ത് കൊടുക്കും. പിന്നെ അതേപോലെ ദൂരോട്ടാണെങ്കിൽ കൊറിയർ അയച്ചു കൊടുക്കും. അപ്പം ഓൾ ഓവർ ഒമാനാണ് ഞാൻ വർക്ക് സ്റ്റാർട്ടായിട്ടുള്ളത്. എല്ലാവരുടെയും എത്തിച്ചു കൊടുക്കും ഇൻഷാ അല്ലാ. അപ്പം നിങ്ങളെ സപ്പോർട്ട് എന്തായാലും പ്രതീക്ഷിക്കുന്നു. പിന്നെ അതേപോലെ താല്പര്യമുള്ളവർ ഞാൻ എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട് താഴെ മെൻഷൻ ചെയ്യാം. താല്പര്യമുള്ളവർ അതിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.